God's name be glorified. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. One more evening with the Word of God. ദൈവവചനമായിട്ട് നമുക്ക് ഒരു സന്ധ്യാസമയം കൂടെ ഇങ്ങനെ ഒരുമിച്ച് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. And we thank and praise God for this opportunity that He has given to allow us to sit with His Word. ദൈവവചനമായിട്ട് നമുക്കിങ്ങനെ ആയിരിക്കാനായിട്ട് ദൈവം നൽകിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. We've come to the conclusion of this series. ഈ പഠനത്തിൻ്റെ ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. And the heading, the new creation, പുതിയ സൃഷ്ടി എന്നുള്ളതാണ് നമ്മൾ ഈ പഠനത്തിന് കൊടുത്തിരുന്ന പേര്. was meant to be to climax to this particular evening. ഇന്ന് വൈകുന്നേരം നാം ചിന്തിക്കാൻ പോകുന്ന ഈ വിഷയത്തിലേക്ക് ആ കാര്യങ്ങൾ നാം കൊണ്ടുവരികയായിരുന്നു. We saw God in His all through the ages has been always persuading man towards holiness. ആരംഭം മുതൽ വിവിധങ്ങളായ യുഗങ്ങളിൽ ദൈവം മനുഷ്യനെ വിശുദ്ധിയിലേക്ക് അവനെ നയിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. So that He would have a select number of people along with the angels and the elders and so on in heaven to worship Him from mankind whom He created. അങ്ങനെ സ്വർഗത്തിൽ വാഴ്ചകളോടും അധികാരങ്ങളും ദൂതന്മാരോടും ചേർന്ന് വലിയ ഒരു വീണ്ടെടുക്കപ്പെട്ട സംഘം ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ദൈവം അങ്ങനെ മനുഷ്യനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. So He kept changing the circumstances and surroundings to persuade man to follow holiness. വിശുദ്ധിയിൽ ജീവിക്കേണ്ടതിന് വേണ്ടി മനുഷ്യന്റെ സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും ദൈവം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. So that man could take a decision because he has the power to decide. തീരുമാനമെടുക്കുവാനായിട്ടുള്ള അവകാശവും കഴിവും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുക്കുവാനായിട്ട് ദൈവം അവനെ സഹായിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. Ultimately, it had reached a stage where the chosen nation that he had of Israel were not fulfilling his desire. ദൈവം തിരഞ്ഞെടുത്ത ജാതിയായ രാഷ്ട്രമായ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ആ ഉദ്ദേശം നിറവേറ്റുവാനായിട്ട് ഇടയായില്ല എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. So he expanded to the whole world to bring into those who can be a chosen people. അതുകൊണ്ട് ഒരു ജനത്തെ തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം തന്റെ പദ്ധതി ലോകത്തിൽ ഉടനീളം അത് പരത്തുവാനായിട്ട് അത് വ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And therein the Jews and the Gentiles, Jews along with the Jews and the Gentiles were given the opportunity of salvation through the Lord Jesus Christ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാ പദ്ധതി യഹൂദന്മാർക്കും ജാതികൾക്കും ഒരുപോലെ അത് ലഭ്യമാക്കുവാനായിട്ട് ദൈവം വഴിയൊരുക്കി. And in that he expected the people to be a new creation different from the one that was the created man. സൃഷ്ടിച്ച മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒരു പുതിയ സൃഷ്ടിയായിട്ട് വ്യത്യസ്തരായി ഇരിക്കണം എന്നുള്ളതാണ് ദൈവം അതിലൂടെ ഉദ്ദേശിച്ചത്. So if you go through Genesis 1:26, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ നമ്മിങ്ങനെ വായിക്കുന്നു, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് നാം വായിക്കുന്നു. however, there was a sin and the fall of man. എന്നാൽ നമുക്കറിയാം അതിനുശേഷം പാപം, മനുഷ്യന്റെ വീഴ്ച, ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. And then we see in Genesis 5:3, അതിന് ശേഷം ഉൽപ്പത്തി 5:3 നാം ഇങ്ങനെ വായിക്കുന്നു, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. and we followed after that. അതിനുശേഷം ആണ് മനുഷ്യന്റെ ആ പരമ്പര തുടരുവാനായിട്ടിടയായത്. So after the fall of mankind, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം the born ones are in the likeness and image of Adam. ജനിക്കുന്ന മനുഷ്യൻ ആദാമിന്റെ, പാപിയായ ആദാമിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ജനിക്കുന്നത്. And we see in Romans 3:23, for all have sinned and come short of the glory of God. റോമർ 3:23 നാം വായിക്കുന്ന, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് നാം വായിക്കുന്നു. When man was created, he had the spirit, soul and body. ആത്മാവും ദേഹിയും ദേഹവും ഉള്ള 3 ഘടകങ്ങളോട് കൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. But then when sin entered, എന്നാൽ പാപം പ്രവേശിച്ചപ്പോൾ the spirit, God left the spirit of man and the spirit became
without the life of God. ദൈവത്തിന്റെ സാന്നിധ്യം ആത്മാവിൽ നിന്ന് വേർപെട്ടു പോവുകയും ആത്മാവ് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. And that is how in the likeness of image and the image of Adam we have come to be born. അതുകൊണ്ടാണ് മനുഷ്യൻ ആദാമിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആയി തീരുവാനായിട്ട് പാപം ചെയ്ത ആദാമിന്റെ സാദൃശ്യത്തിലും And the word of God says the spirit is made alive when he accepts the Lord Jesus Christ as a savior. ദൈവവചനം നമ്മെ ഇങ്ങനെ ഓർപ്പിക്കുന്ന ഒരു വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പ്രവർത്തിച്ച് ആ ആത്മാവിൽ ജീവൻ പ്രാപിക്കുന്നു. So born again experience in John 3:5 we read. അതാണ് വീണ്ടും ജനനത്തിന്റെ അനുഭവം. യോഹന്നാൻ 3:5 നാം ഇങ്ങനെ വായിക്കുന്നു, അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. And in the 6th verse, അടുത്ത വാക്യത്തിൽ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു. This is what he told Nicodemus. ഇതാണ് കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞത്. And when Nicodemus approached the Lord Jesus Christ, നിക്കോദെമോസ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് വന്നപ്പോൾ he mentioned that he has to be born again. ഈ വീണ്ടും ജനിക്കണം എന്നുള്ള കാര്യം കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു. That is a new creation, and we'll come to that. That is the new creation. അതാണ് പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. And that in that time he says that if you follow the flesh, you'll be flesh. If you follow the spirit, you'll be spirit. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നാം ജഡമായി തന്നെ തുടരുന്നു, എന്നാൽ ആത്മാവിനാൽ അനുസരിച്ച് നടക്കുന്നെങ്കിൽ ആത്മീയരായി തീരുന്നു എന്ന് അവിടെ നമുക്ക് മനസ്സിലാക്കാം. Now what happens in salvation? രക്ഷിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? We read that in Revelation 3:20. വെളിപ്പാട് 3:20 നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. This is one of the many verses. ഇത് അനേക വാക്യങ്ങളിൽ ഒന്ന് മാത്രമാണ്. But this is where the decision of man to allow Christ to enter his life is specified. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുന്നതിന്റെ ഒരു വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. And we saw just now that the spirit is made alive as God is now dwelling in us, and you have the spirit in fullness. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പൂർണ്ണതയിലേക്ക് അവൻ കടന്നു വരുന്നു. So God dwells in us. ദൈവം നമ്മിൽ വസിക്കുന്നു. The Trinity dwells in us. ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്നു. And here we see in Corinthians 5:17, 2 Corinthians 5:17. 2 കൊരിന്ത്യർ 5:17 നാം വായിക്കുന്ന, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. That is the key verse of the new creation. ഇതാണ് പുതിയ സൃഷ്ടിയുടെ ഒരു താക്കോൽ വാക്യമായിരിക്കുന്നത്. When you are in Christ, നാം ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ means you are a new creation. Not what you were born with as a sinner, but born again in Christ, you are a new creation. നാം ജനിച്ചതുപോലെയുള്ള ആ അവസ്ഥയിലല്ല, എന്നാൽ നാം ക്രിസ്തുവിൽ ആയിത്തീരുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. And there are two conditions there. രണ്ട് വ്യവസ്ഥകൾ അതിനോട് ചേർന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. All things are passed away, പഴയത് കഴിഞ്ഞു പോയി, and all things are become new. ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. So there is a complete change at that juncture of salvation. ആ രക്ഷിക്കപ്പെടുന്ന മാത്രയിൽ ഇതാ വലിയ മാറ്റം സംഭവിക്കുകയാണ്. Wherein you have the opportunity to be a new creation if you decide to follow the Spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ട്, ഒരു രൂപാന്തരപ്പെട്ട ജീവിതമായിട്ട് തീരുവാനായിട്ട് ഇടയായിത്തീരുന്നു. All things are passed away means old thoughts, old principles, old practices are all passed away, and all these things must become new. പഴയത് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പഴയ ചിന്തകൾ, പഴയ തത്വങ്ങൾ, പഴയ സമ്പ്രദായങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു പോയി. ഇതെല്ലാം പുതിയതായി തീരണം. There are all these things, the thought in the mind, the certain principles and values we consider as important, by which we follow our laws, and the old practices, they all continue to be a lifestyle that has to change. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം മനസ്സുകൊണ്ട് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, നമ്മൾ വിലയേറിയതായി കരുതിയിരുന്ന ചില കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ചില സമ്പ്രദായങ്ങൾ, അതൊക്കെയും കടന്നുപോയി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. And this is the opportunity. Whether we use the opportunity or not is up to us.
ഇത് തീരുമാനിച്ച് ഈ ഒരു കാര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ആ തീരുമാനമെടുക്കുവാനായിട്ടുള്ള കഴിവ് നമ്മിലാണ്. Because what the Lord Jesus Christ says, I am now giving the opportunity to live the new creation that I have allowed you to. ഈ പുതിയ സൃഷ്ടി എന്നുള്ള ആ ജീവിത രീതി തുടരുവാനായിട്ടുള്ള അവസരം ദൈവം ഒരു വ്യക്തിക്ക് നൽകുകയാണ്. The word that is used is regeneration. ആ പുനർജീവൻ എന്നുള്ള ആ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And that is the regenerating grace creates a new world in the soul. ആ പുനർജീവിപ്പിക്കുന്ന കൃപ ആത്മാവിൽ ഒരു പുതിയ ലോകം സൃഷ്ടിക്കുകയാണ്. The new man has new principles, new rules and new ends and new company. ഈ നവീകരിക്കപ്പെട്ട മനുഷ്യനെ പുതിയ തത്വങ്ങളും പുതിയ പ്രമാണങ്ങളും പുതിയ ലക്ഷ്യങ്ങളും പുതിയ കൂട്ടുകാരുമാണ് ലഭിക്കുന്നത്. This is there in the Bible. It tells us what we should do. Old things are past and new things we have to become new. ഇത് തിരുവഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. പഴയത് കഴിഞ്ഞു പോയി, ഇനി നാം പുതുതായി തീരുവാനായിട്ട് ആവശ്യമുണ്ട്. Now in Ephesians chapter 2 verse 10, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:10 നാം ഇങ്ങനെ വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. That is the first thing, that we are his workmanship. It's not a question of we will be, we are his workmanship and created in Christ Jesus, because we are in Christ. നാം അവന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സൃഷ്ടിക്കുമെന്നല്ല, സൃഷ്ടിക്കപ്പെട്ടവരാണ്. And for what purpose? To good works. എന്തിനു വേണ്ടിയാണ്? സൽപ്രവൃത്തികൾക്കായിട്ട്, which God has before ordained that we should walk in them. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. So now here we understand that there is a regeneration, a new generation, a new creation. The opportunity has come at the time of salvation. He has laid all the rules and foundations for that. രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ആരംഭിക്കുന്ന പുതിയ ജീവൻ, ആ പുതിയ പുനർജീവൻ, അത് ഈ കാര്യങ്ങൾക്കൊക്കെയുമുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ. And we are told to follow the spirit and not the flesh. എന്ന് മാത്രമല്ല, നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട്, ജഡത്തെ അല്ല. In 2:13 of Ephesians it says, but now in Christ Jesus you were once afar, made near by the blood of Christ. These are terms that we use very normally. എഫേസ്യർ 2:13 വായിക്കുന്നു, ഇപ്പോൾ ക്രിസ്തുയേശുവിൽ മുൻപേ ദൂരസ്ഥനായിരുന്ന നിങ്ങൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. ഈ വാക്കുകളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുകയാണ്. As we come close to Christ, all things pass away. നാം കർത്താവിനോട് അടുത്ത് വരുമ്പോൾ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുകയാണ്. In our normal human life, as we come close to Christ, we call this as spiritual maturity. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അങ്ങനെ കർത്താവിനോട് നാം അടുത്ത് വരുന്നതിനെയാണ് ആത്മീക പക്വത എന്ന് നാം പറയുന്നത്. But in reality he has brought us immediately to that position at the time of salvation. എന്നാൽ വാസ്തവമായിട്ട് നാം രക്ഷിക്കപ്പെട്ട അതേ മാത്രയിൽ തന്നെ കർത്താവ് നമ്മെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. What is holding us back to reach a spiritual maturity are the old things that keep coming back. എന്നാൽ ആ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ പക്വതയിലേക്ക് എത്താതെ വണ്ണം നമ്മെ തടയുന്നത് നമ്മുടെ പഴയ ജീവിത രീതികളാണ്. In the 22nd verse of Ephesians 2 it says, in whom you also are built together for a dwelling place of God through the Spirit. എഫേസ്യർ 2:22 നാം വായിക്കുന്നു, അവനിൽ നിങ്ങളെയും ഒന്നിച്ച് പണിതു വരുന്നു, ആത്മാവിനാൽ ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന്. That is the collection of saints in the universal church. ആഗോള സഭയില് അങ്ങനെയാണ് ദൈവം ആ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. But in Corinthians 3:16 specifically he says, do you not know that you are a temple of God and that the Spirit of God dwells in you? Very specific to the individual. എന്നാൽ 1 കൊരിന്ത്യർ 3:16 വളരെ വ്യക്തിപരമായിട്ട് അവിടെ ദൈവം ഓർപ്പിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? If he knocks on the door and if you ask him to come and he comes and dwells with you, then you become the temple of God. കർത്താവിന്റെ ശബ്ദം കേട്ട് നാം ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് അവനെ സ്വീകരിക്കുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് നാം ദൈവത്തിന്റെ ആലയമായി തീരുകയാണ്. നാം when the Israelites were given the whole concept of the tabernacle, സമാഗമന കൂടാരത്തിനെ കുറിച്ചിട്ടുള്ള ആ പ്രമാണങ്ങൾ ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയപ്പോൾ, and when that designated place of the holy of holies was mentioned, അതിവിശുദ്ധ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ, that was a space on earth where the Shekinah glory dwelt.
ആ സ്ഥാനത്താണ് ദൈവത്തിന്റെ ആ ഷെക്കീന മഹത്വം അവിടെയാണ് വസിക്കുന്നത്. That is where God was residing amongst his chosen people. ആ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ മധ്യേ ദൈവം വസിച്ചിരുന്ന ആ ഇടമാണത്. That is a place that has become holy of holies. അത് ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. There is no place for sin. അവിടെ പാപത്തിന് യാതൊരു സ്ഥാനവുമില്ല. When the word of God says that you are the temple of God, isn't that a holy place? ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ അത് അതിവിശുദ്ധ സ്ഥലത്തിന് തുല്യമല്ലേ? Isn't that where he is staying along in all Trinity? In Trinity. ത്രിയേക ദൈവം നമ്മോട് അങ്ങനെ ആവശ്യപ്പെടുകയാണ്. He is staying there, he is dwelling in us. അവൻ നമ്മിൽ വസിക്കുകയാണ്. But we have a spirit that is redeemed, yes. വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ് നമുക്കുണ്ട്. And that is where he is dwelling. അവിടെയാണ് ദൈവം വസിക്കുന്നത്. It's a holy place. അത് അതിവിശുദ്ധ സ്ഥലമാണ്. Each one of us have a spirit that is holy because we are believers who have accepted the Lord Jesus Christ as our Savior and he dwells in us. കർത്താവ് യേശു ക്രിസ്തുവിനെ നാം സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതുകൊണ്ട് നാം ഓരോരുത്തരും ആ വിശുദ്ധരാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുകയാണ്. However, we have an unredeemed body. എന്നാൽ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ശരീരത്തിലാണ് നാം വസിക്കുന്നത്. And thereby there is a lot of clash. അതുകൊണ്ട് ഇവ തമ്മിൽ വൈരുദ്ധ്യമായിരിക്കുന്നു. In 6:19 1 കൊരിന്ത്യർ 6:19 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. Apostle Paul again reminds you, do you not know that your body is a temple of the Holy Spirit in you, whom you have of God? ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? And then he says, and you are not your own. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. 20th verse says, for you are bought with a price. അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. Therefore glorify God in your body and your spirit, which are God's. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ പറയുന്ന, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. You are Christ and Christ is of God. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. If we can understand and comprehend and appropriate the fact that we belong to God, he is the owner, then there is a huge difference to our thinking about our lifestyle. പ്രിയമുള്ളവരെ, നാം നമ്മുടെ വകയല്ല, നാം കർത്താവിന്റെ വകയാണ്, ദൈവത്തിന്റെ വകയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് ആകമാനം മാറ്റുവാനായിട്ടിടയായി. We do consider the fact that we have an unredeemed body that is causing all the problems for us. വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ശരീരത്തിലാണ് നാം വസിക്കുന്നത്. അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്ന് ഒരു പക്ഷെ നാം പറഞ്ഞേക്കാം. And definitely that has been reflected by what Apostle Paul says in Romans chapter 7. ഈ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ പറയുന്നുമുണ്ട്. Okay, we understand. We have a spirit that is redeemed. We understand that the God dwells in the Trinity in us. We understand that we are the temple of God, wherein the Holy Spirit also resides. We understand all that. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ് നമുക്കുണ്ട്. ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. Apostle Paul was very clear about it. അപ്പോസ്തലൻ പൗലോസും ആ കാര്യം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. And he says in the 15th verse, for that which I do, I know not. 15-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. What I do is by the body. ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ ശരീരത്തിലാണ് ചെയ്യുന്നത്. It is not the thought process. അതല്ല, എന്റെ മനസ്സിലല്ല ഞാൻ ചെയ്യുന്നത്. It is not my mind. എന്റെ മനസ്സല്ല പ്രവർത്തിക്കുന്നത്. But my body, I don't know. എന്റെ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. And then he says, for what I desire, I do not do. What I desire in my heart, in my thoughts, I don't seem to be, my body doesn't seem to be doing that. എന്നാൽ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എൻ്റെ ശരീരം കൊണ്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്ന് അവിടെ പറയുന്നു. Now, when Apostle Paul says that what I desire, I do not do, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് പൗലോസ് പറയുന്നു. Number one factor is there's a desire to do God's things. ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. This is what we need to understand, that we need to have a desire because our owner is God and he's residing in us. He's a residential person in us. നാം ദൈവത്തിന്റെ വകയായതുകൊണ്ടും ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ടും ഈ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ആവശ്യമുണ്ട്. Whether the body does that or not, at least the first thing, our thoughts should be in line with what God's wants are, will is. ദൈവം നമ്മളിൽ വസിക്കുന്നതുകൊണ്ട് നമ്മുടെ ചിന്തകള്
ദൈവഹിതപ്രകാരവും ദൈവത്തിന്റെ ഹിതപ്രകാരവും ആയിരിക്കണം എന്നുള്ളതാണ്. In the 18th verse he says, "For I know not that in me dwells no good thing." 7:18 നാം വായിക്കുന്ന എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. For to will is present in me. What I want to think, I want to do is already present in me. ആ നന്മ ചെയ്യുവാനായിട്ടുള്ള താല്പര്യം എനിക്കുണ്ട്. This is the second phase. The first phase, you must have a desire. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആഗ്രഹം ഉണ്ടായിരിക്കണം. And maybe the body does not do it. അത് ശരീരം അത് ചെയ്യുന്നില്ല. The second aspect is you have the desire. രണ്ടാമത്തെ കാര്യം നന്മ ചെയ്യുവാനായിട്ടുള്ള താല്പര്യമുണ്ട്. But how to perform that which is good, I do not know. I do not find. എന്നാൽ അതെങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അത് അറിയുന്നില്ല. So you can have a condition where you don't have a desire. ആഗ്രഹമില്ലാത്ത ഒരു അവസ്ഥയും നമുക്കുണ്ടാകാം. That is not expected from a believer who is owned by God, in whom God dwells. ദൈവത്തിന്റെ വകയായ ദൈവം വസിക്കുന്ന ഒരു മകനിൽ നിന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. If that is happening, then we are denying the ownership of God. അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ നാം ദൈവം നമ്മുടെ യജമാനനാണെന്നുള്ള കാര്യം നാം നിഷേധിക്കുകയാണ്. Then we may have a desire, but we are not able to perform it. എന്നാൽ നന്മ ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്, അത് പ്രവർത്തിക്കുന്നതോ ഇല്ല എന്നുള്ള അവസ്ഥ നമുക്കുണ്ടാകും. This is the struggle that Apostle Paul has. ഇതാണ് പൗലോസിനുണ്ടായിരുന്ന വലിയ പോരാട്ടം എന്ന് പറയുന്നത്. But Satan has a strategy on you. എന്നാൽ പിശാചിനും ഒരു പദ്ധതിയുണ്ട്. And that strategy is something that I want you to understand. അതും നാം മനസ്സിലാക്കാനായിട്ട് ആവശ്യമുണ്ട്. He knows that the spirit, if you assume that there is no desire, he knows that the spirit is not activated by God. ഈ ആഗ്രഹമില്ലാത്ത അവസ്ഥ ആണെന്ന് വിചാരിച്ചു നോക്കുക. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ജീവൻ പ്രാപിച്ചിട്ടില്ല. More or less not in line with God. മാത്രമല്ല ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലല്ല ആത്മാവ് ആയിരിക്കുന്നത്. What is then happening is that the spirit loses its decision power. It goes under the soul, which is what Satan uses. അതിന്റെ ഫലമായിട്ട് ദേഹി പ്രാമുഖ്യം പ്രാപിക്കുകയും നമ്മുടെ തീരുമാനങ്ങളെ ആ രീതിയിൽ സാത്താൻ സ്വാധീനിക്കാനായിട്ട് ഇടയാകുകയും ചെയ്യും. And in the soul we have certain emotions. ആ ദേഹിയിൽ നമുക്ക് ചില വികാരങ്ങളുണ്ട്. And we have an intelligence. നമ്മുടെ ബുദ്ധിയുണ്ട്. But we have to take a decision. എന്നാൽ തീരുമാനമെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. And if the emotions are much greater than our intelligence, then we will be taking decisions based on emotions. എന്നാൽ പലപ്പോഴും നമ്മുടെ വികാരം നമ്മുടെ ബുദ്ധിയേക്കാൾ വലുതായി തീരുമ്പോൾ ആ വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഇടയായി തീരുന്നു. And these emotions are activated by the 5 senses that we have. ഈ വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്, 5 ഇന്ദ്രിയങ്ങളാണ്. We see things. നാം കണ്ണുകൊണ്ട് കാണുന്നു. We hear things. നാം കേൾക്കുന്നു. We speak things. നാം സംസാരിക്കുന്നു. We smell things. നാം മണക്കുന്നു. And we touch. മാത്രമല്ല സ്പർശിക്കുന്നു. They all activate a certain emotions that go flare up. ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ചിന്തകളിലേക്ക് വികാരങ്ങൾ കടന്നു വരികയാണ്. Entry of Satan is only through these 5 emotions, 5 senses. ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് സാത്താൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവർത്തിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. So he is entering to the flesh which is not redeemed. ആ വീണ്ടെടുത്തിട്ടില്ലാത്ത ശരീരത്തിലൂടെ സാത്താൻ നമ്മിലേക്ക് പ്രവേശിക്കുന്നു. Whereas the spirit is telling from the mind and the thoughts that is owned by God to be in line, as the Holy Spirit tells you to be in line with God. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ആ ആത്മാവ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാനായിട്ട് നമ്മെ നിർബന്ധിക്കുന്നു. And the decision is to be taken by you, by us. ആ തീരുമാനമെടുക്കുവാനായിട്ടുള്ള ആ അവസരം നമ്മിലാണ് ആയിരിക്കുന്നത്. Where do we take our decision? Towards the emotional senses, or do we take it towards the Holy Spirit's guidance? അതുകൊണ്ട് തീരുമാനമെടുക്കുമ്പോൾ നാം ആത്മാവിന്റെ ശബ്ദം കേട്ട് അതിനനുസരിച്ച് തീരുമാനമെടുക്കുമോ അതോ വൈകാരികമായിട്ടുള്ള ആ സ്വാധീനത്തിൽപ്പെട്ട് നാം തീരുമാനമെടുക്കുമോ? Many a time Romans 8:1 is read. റോമർ 8:1 നാം ഇങ്ങനെ വായിക്കുന്നു. There is therefore now no condemnation to those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. Oh yes, we repeat the first part of this verse very much. ഈ വാക്യത്തിന്റെ ഈ ആദ്യ ഭാഗം നമ്മൾ അനേക ആവർത്തി പറയുന്നതാണ്. Make ourselves feel good to that fact that we have no more condemnation. നമുക്കിനി ഒരു ശിക്ഷാവിധിയും ഇല്ല എന്നുള്ള ആ കാര്യം നാം ആവർത്തിച്ച് അതിൽ നാം ആനന്ദിക്കുന്നു. But the next part says, എന്നാൽ അതിന്റെ അടുത്ത ഭാഗം പറയുന്നത്, who walk not according to the flesh
but according to the Spirit. അവർ ജഡത്തെ അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. Not according to the emotional flaring of Satan, but according to the Holy Spirit's guidance. സാത്താന്റെ സ്വാധീനത്തിൽപ്പെട്ട വൈകാരികമായ ആ കാര്യങ്ങളെ അനുസരിച്ചല്ല, പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശബ്ദത്തെ അനുസരിച്ച് ജീവിക്കുന്നു. We have been redeemed we have been released from the power of sin. നാം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. And we have been. നമ്മൾ അതിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ്. In chapter 8 verse 2 says that. 8:2 നാം ഇങ്ങനെ വായിക്കുന്നു, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ക്രിസ്തുയേശുവിൽ എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. We have not been redeemed, we have not been removed from the presence of sin, but from the power of sin. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്, എന്നാൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നാം ഇതുവരെയും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. And we read in 8:5, 8:5 നാം ഇങ്ങനെ വായിക്കുന്നു, for they who are according to the flesh mind the things of the flesh. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതാണ് ചിന്തിക്കുന്നത്. The flesh is where Satan has all its ability to work. പിശാചിനെ പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉള്ളത് ജഡത്തിലാണ്. We are in the presence of sin. നാം പാപത്തിന്റെ സാന്നിധ്യത്തിലാണ്. Whereas those who are according to the Spirit mind the things of the Spirit. എന്നാൽ ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു. In Romans 8 verse 14, റോമർ തന്നെ 8:14 ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Oh, very often we like to say we are the sons of God. നാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് പലപ്പോഴും നാം പറയാറുണ്ട്. We are believers. നാം വിശ്വാസികളാണ്. We are very proud to say that. അതൊക്കെ നാം വളരെ അഭിമാനത്തോടുകൂടി But are we led by the Spirit of God or by the influence of the flesh? എന്നാൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണോ അതോ ജഡത്തെ അനുസരിച്ച് നടക്കുന്നവരാണോ? In the 15th verse he says, you have not received the spirit of bondage again to fear that you have, but you have received the spirit of adoption by which we cry, Abba, Father. A cry that often when you're sick, when you have a problem, when you have difficulty, when you have lost a loved one, Devame, Abba, Father, we call to the Father. But that call can only be done, has any meaning, if you are following the Spirit. 8:15 നാം ഇങ്ങനെ വായിക്കും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, എന്നാൽ പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ രോഗാവസ്ഥയിലൊക്കെയും നാം വിളിക്കുന്ന ആ വിളി, അത് നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോഴാണ് അത് സാധ്യമാകുന്നത്. In Titus chapter 3 and verse 5, in Malayalam it's 5, 6 and 7. തീത്തോസ് 3:5, 6, 7 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു. Again it's repeated, not by the works of righteousness which we have done, but according to his mercy he has saved us. നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തന്റെ കരുണപ്രകാരം അത്രേ നമ്മെ രക്ഷിച്ചത് എന്ന് നാം വായിക്കുന്നു. By the washing of regeneration, പുനർജനന സ്നാനം കൊണ്ടും എന്ന് നാം വായിക്കുന്നു. and the renewing of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും എന്ന് വായിക്കുന്നു. Oh yes, what is the baptism of the Holy Spirit all about? എന്താണ് പുനർജനന സ്നാനം എന്ന് പറയുന്നത്? And the renewing of the Holy Ghost. പരിശുദ്ധാത്മാവിന്റെ നവീകരണം എന്ന് പറയുന്നത് എന്താണ്? That is what we are. That is the new creation that we have been brought into at the time of salvation. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് അത് ഇത് തന്നെയാണ്. Regeneration is a New Testament concept. പുനർജനനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ഒരു ആശയമാണ്. It is not there in the Old Testament. ഇത് പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കുന്നില്ല. It's about new birth. അത് വീണ്ടും ജനനം. It's about new creation. പുതിയ സൃഷ്ടി, new life, പുതിയ ജീവൻ, and new heart. പുതിയ ഹൃദയം. For behold, I create new heavens and a new earth is what is going to happen in the coming years, and the things before will not be remembered nor come to mind. Again the same concept. Old things are not remembered. ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു, മുമ്പിലത്തെ ആരും ഓർക്കയില്ല, ആരുടെയും മനസ്സിൽ വരികയുമില്ല. Having understood all this, where do we stand? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നാം എവിടെ ആയിരിക്കുന്നു? Ephesians 4:17 says, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:17 നാം ഇങ്ങനെ വായിക്കുന്നു, This I say therefore and testify in the Lord, that you should not walk from now on as other nations walk in the vanity of their mind. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. What is the vanity of the mind? എന്താണ് വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് എന്ന് പറയുന്നത്? Solomon had always talked about vanity of vanities. King Solomon.
മായ മായ എന്ന് ശലോമോൻ ആവർത്തിച്ച് പറഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. He came to the understanding that this world has got nothing permanent. It was something that is going to pass away. ഈ ലോകത്തിൽ ശാശ്വതമായത് ഒന്നും തന്നെയില്ല, എല്ലാം നീങ്ങിപ്പോകുന്നതാണെന്നുള്ളത് ശലോമോൻ മനസ്സിലാക്കി. But Satan projects a figure, എന്നാൽ പിശാച് അവിടെ ഒരു കണക്ക് കൊണ്ടിരിക്കുകയാണ്, wherein we look at the things of this world and give it a lot of importance. ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് നാം അമിത പ്രാധാന്യം നൽകുന്നു. And that is the strategy of Satan. ഇത് പിശാചിന്റെ പദ്ധതിയാണ്. And this is vanity of vanities is something that Solomon understood. ഈ മായ എന്നുള്ള കാര്യം, എല്ലാ സകലവും മായ എന്നുള്ള കാര്യം ശലോമോൻ മനസ്സിലാക്കി. And that is why he says other nations walk in vanity. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റ് ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. Do not walk in that, because emotionally one is made to understand something that is of no value. If you remember the time our Prime Minister Modi came here to Trichy. ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് കടന്നു വന്ന രംഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. And what was his continuous line? താൻ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്കെന്തായിരുന്നു? ഇത് മോദിയുടെ ഗ്യാരണ്ടി. മോദിയുടെ ഗ്യാരണ്ടി. This is the word that he used. This is Modi's guarantee. You have to consider Modi as the guarantor of what you will receive. ആവർത്തിച്ച് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കാണത്. അപ്പൊ നമുക്ക് ലഭിക്കാനുള്ള എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹമാണ് ഗ്യാരണ്ടി നൽകുന്നത്. Are we able to say God is our guarantee? ദൈവമാണ് നമ്മുടെ ഗ്യാരണ്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? Are we not experiencing that guarantee? ആ ഗ്യാരണ്ടിയിൽ നാം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി തീർക്കുവാൻ സാധിക്കുന്നുണ്ടോ? But the people of this world claim a guarantee which they do not have. അവർക്ക് ഇല്ലാത്ത ഒരു ഗ്യാരണ്ടിയാണ് ഈ ലോകത്തിലെ ആളുകൾ, അതിലാണ് അവര് വിശ്വസിക്കുന്നത്. In the 22nd verse of Ephesians, എഫേസ്യർ 4:22 നാം ഇങ്ങനെ വായിക്കുന്നു, put off the old man who is corrupt according to the deceitful lusts. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. And be renewed in the spirit of your mind. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. You understand again, not according to the deceitful lusts. Lusts come from emotions. ചതിമോഹങ്ങളാൽ എന്നുള്ള വാക്ക്, ഈ മോഹമൊക്കെയും നമ്മുടെ വികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. Remember, all lusts are all emotional lusts. ഈ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വൈകാരികമായിട്ടുള്ളതാണ് മോഹങ്ങൾ. And that is activated by giving us certain pictures by those five senses about what can be so called vanity. ഈ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഇല്ലാത്ത മായയായ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാണ് ഇങ്ങനെയുള്ള മോഹങ്ങൾ നമ്മിൽ ജനിപ്പിക്കുന്നത്. And then he says, you put on a new man. അതിന് തുടർന്ന് പറയാണ്, ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. And you should put on the new man who according to God was created in righteousness and true holiness. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. New creation is not made in the likeness and image of Adam. പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ആദാമിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. He has created in righteousness and true holiness. ആ നീതിയിലും വിശുദ്ധിയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. Attributes of God. ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളോടുകൂടെ. That opportunity has been given to us at the time of salvation. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിച്ചത് ആ ഒരു പദവിയാണ്. And then in 27 he says, do not give place to the devil. 27ാമത്തെ വാക്യത്തിൽ പിശാചിന് ഇടം കൊടുക്കരുത്. Do not give place to the devil. And if you do give place to the devil, read the next verse. പിശാചിന് ഇടം കൊടുക്കരുത്. കൊടുത്താൽ എന്ത് സംഭവിക്കും? അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, do not grieve the Holy Spirit of God, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. by whom you are sealed until the day of redemption. അവനാണല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. Understand the magnitude or the hugeness or the greatness of this fact that we disregard the dwelling of God in us. ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള ഈ വലിയ കാര്യത്തിന്റെ ആ പ്രാധാന്യം, അതിന്റെ വലിപ്പം നാം മനസ്സിലാക്കാതെ പോകുന്നത് എത്രയോ ദുഃഖകരമായ ഒരു കാര്യമാണ്. In Colossians 8 verse 10, കൊലോസ്യർ 3:10 വാക്യത്തിൽ it says, having put on the new, having been renewed in knowledge according to the image of him who created him. പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ, തന്നെ സൃഷ്ടിച്ചവന്റെ
പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന And everything you do in word or deed, do all in the name of the Lord Jesus, giving thanks to God and the Father by him. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. Glorifying God is one and the only purpose that we are still in this world. നാം ഈ ലോകത്തിലായിരിക്കുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. Evangelization, directly, indirectly, through our life, through preaching, through talking, through interactions, that is a duty that we have. സുവിശേഷീകരണം അത് നേരിട്ടിട്ടായാലും നമ്മുടെ ജീവിതത്തിലൂടെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ്. That is a duty, but the ultimate objective is glorifying God. സുവിശേഷീകരണം എന്നുള്ള ഉത്തരവാദിത്തമാണ്. എന്നാൽ അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വം എന്നുള്ളത് മാത്രമാണ്. And that he says, whatever the words, the thoughts, the words, the deeds, the actions, everything should be in the name of the Lord Jesus, thereby giving thanks to God and the Father by him. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. We go back to that definition of sin. പാപത്തിന്റെ നിർവചനത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. Anything that does not glorify God, ദൈവത്തെ മഹത്വപ്പെടുത്താത്ത എന്തും, anything that is not pleasing to God, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത എന്തും, anything that is not in the will of God, ദൈവത്തിന്റെ ഹിതത്തില് അല്ലാത്ത എന്തും is sin. അത് പാപമാണ്. Because you don't glorify God. അത് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ല. So any thought, action or deed or words that does not glorify God is a sin. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത വാക്കുകളോ ചിന്തകളോ പ്രവർത്തികളോ എന്തു തന്നെയാണെങ്കിലും അത് പാപമാണ്. And he tells you again, വീണ്ടും പറയുകയാണ്, and you who were once alienated and enemies in your mind by wicked works, yet now he has reconciled in the body of his flesh through death to present you holy and without blemish and without charge in his sight. The ultimate objective. ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. That is the final and ultimate objective of our God. ദൈവത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം, ലക്ഷ്യം അതാണ്. To that extent, we have to be working with God, not against God, in seeing that that goal is achieved. ആ ലക്ഷ്യം പ്രാപിക്കുവാനായിട്ട് നാം ദൈവത്തോട് ചേർന്ന് ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുവാനായിട്ട് ആവശ്യമുണ്ട്. And that is why we are reminded that we are in Christ Jesus. അതുകൊണ്ടാണ് നാം ക്രിസ്തുയേശുവിൽ ഉള്ളവരാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മെ തന്നെ ഓർപ്പിക്കാനായിട്ട് ആവശ്യമായിരിക്കും. And the operational word is love. അതിനെ നമ്മെ സഹായിക്കുന്ന ആ വാക്ക് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. In Christ Jesus neither circumcision availeth thing or uncircumcision, but faith which worketh by love. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയില്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. What do you mean by faith which worketh by love? സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കുന്നത്? If you love the owner God of your life, നമ്മുടെ ജീവിതത്തിന്റെ യജമാനായ ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ, if you love the God who is dwelling in you, നമ്മിൽ വസിക്കുന്ന ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ, just like God made a space in the tabernacle called the Holy of Holies so that his glory could come into the amidst his people, ആ സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം വസിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം അവിടെ ഇരിക്കുമ്പോൾ, we are the temple in which he is residing. നാം ദൈവം വസിക്കുന്ന മന്ദിരമാണ് നാം ഓരോരുത്തരും. He has made our spirit a holy place. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന അതിപരിശുദ്ധ സ്ഥലമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. That spirit of ours is the holy place, Holy of Holies. നമ്മുടെ ആത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആ അതിപരിശുദ്ധ സ്ഥലം. Body is the place where Satan does all his work. നമ്മുടെ ശരീരത്തിലൂടെയാണ് സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. But our soul that belongs to us, where we make decisions, takes the call whether to go by the guidance of the Spirit or to go by the emotional factors of Satan. എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ഇരിപ്പിടമായ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ദേഹി, അത് ഈ ആത്മാവിനനുസരിച്ച് നടക്കണമോ അതോ ജഡത്തെ അനുസരിച്ച് നടക്കണമോ എന്ന് തീരുമാനമെടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. He comes back to the same thing, neither circumcision availeth anything nor uncircumcision, that is to do with the old, but a new creature.
തുടർന്ന് പറയുകയാണ്, ക്രിസ്തുവേശിൽ പരിച്ഛേദനയോ അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. Circumcision and uncircumcision was a badge that even now the Jews wear as being chosen people. പരിച്ഛേദന എന്നുള്ളത് നമുക്ക് ഓർക്കുകയുണ്ടായി. അത് യഹൂദന്മാർ ഇന്നും അവരെ ഒരു അടയാളമായിട്ട് അത് കൊണ്ടു നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. And we have this, are we wearing a badge called believers? നാം വിശ്വാസികൾ എന്നുള്ള ആ ഒരു അടയാളത്തിൽ, ആ ഒരു പേരിൽ മാത്രം മുന്നോട്ട് പോകുന്നവരാണോ? Imagine a person who is wearing the uniform of Don Bosco school. ഡോൺ ബോസ്കോ സ്കൂളിലെ യൂണിഫോം ഇട്ടിട്ട് ഒരു 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 കുട്ടികളെ നടക്കാന്ന് And he വിചാരിക്കുക. goes into Bharat Mata. What is it called? School. വേറെ സ്കൂളിലേക്ക് ഭവാൻസിലേക്ക് ഏതെങ്കിലും സ്കൂള് വെച്ചോ. വേറെ സ്കൂളിലേക്ക് അവൻ പോയി വിചാരിക്കുക. He's a misfit there. അവിടെ അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല. Whereas he goes back to his own school, എന്നാൽ തന്റെ ആ യൂണിഫോം ഇട്ട സ്കൂളിലേക്ക് അവൻ ചെല്ലുമ്പോൾ, that is how we come to our assembly. We are wearing the same uniform as that of being a believer, a child of God. നാം ആ വിശ്വാസി എന്നുള്ള ആ ഒരു ലേബലിൽ മാത്രം ജീവിക്കുകയാണോ? Or are we just wearing the badge? You already said that. വാസ്തവത്തിൽ നാം ആ ശരിയായ വിശ്വാസിയായിട്ട് ജീവിക്കുകയാണോ, അതോ ഒരു പേരിന് മാത്രം ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണോ? Romans 6:22. റോമർക്ക് എഴുതിയ ലേഖനം 6:22. Now being made free from sin, we become servants to God. Servants to God. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നാം ദൈവത്തിന് ദാസന്മാരായി തീർന്നിരിക്കുകയാണ്. We are servants to God. We have to be very careful about how we live our lives. നാം ദൈവത്തിന്റെ ദാസന്മാരാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. Proudly we say we are children of God. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് നാം വളരെ അഭിമാനത്തോടുകൂടി പറയുന്നവരാണ്. We can do anything because we are children. നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. But when you are a servant, you have to listen to the master. എന്നാൽ ഒരു ദാസനാണെങ്കിൽ യജമാനനെ അനുസരിക്കുവാൻ അവൻ ബാധ്യസ്ഥനാണ്. And you have your fruit unto holiness. നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ്. That is where we are reaching to. അതിലേക്കാണ് നാം എത്തുവാനായിട്ട് പോകുന്നത്. New creation that he wants from a believer is to reach a point of holiness. പുതിയ സൃഷ്ടി എന്നുള്ളത് വിശ്വാസി അവൻ പ്രാപിക്കുവാനായിട്ടുള്ള ആ വിശുദ്ധീകരണത്തിന്റെ ആ അന്തമാണ്. And then in 2 Corinthians 7:1, 2 കൊരിന്ത്യർ 7:1 നാം ഇങ്ങനെ വായിക്കുന്നു. he says, having therefore these promises, dear beloved, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് let us cleanse ourselves from all filthiness നാം of the flesh, ജഡത്തിലെ സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കുവാൻ, and perfecting holiness in the fear of God. ദൈവത്തിന്റെ ഭയത്തിൽ ആ വിശുദ്ധിയെ തേക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Christ is in you. ക്രിസ്തു നിങ്ങളിലുണ്ട്. And this is where in the 10th verse of chapter 8, റോമർ 8:10 നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. the body should die. ശരീരം മരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. Deny yourself was that line from the Lord Jesus Christ. തന്നെത്താൻ ത്യജിക്കുക എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തു നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം. It's the same thing, the same concept. ഇതേ കാര്യം തന്നെയാണ് കർത്താവ് അവിടെ ആവശ്യപ്പെടുന്നത്. In Galatians 2:20, 2:20 ഗലാത്യർ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത്. These are verses we often read. ഇത് നാം പലപ്പോഴും വായിക്കുന്ന വാക്കുകളാണ്. But when you understand the concept of being crucified, you are nailed to the cross, that you do not exist but only Christ. എന്നാൽ ആ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ കാര്യം നാം ഓർക്കുമ്പോൾ നാം അല്ല പിന്നീട് ജീവിക്കുന്നത്, ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നത്. What is the desire of God? ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? He wants your spirit to overcome the sinful soul and the body. ആ പാപത്തിന് അടിമപ്പെട്ട ആ മനസ്സിനെയും ദേഹത്തെയും ആത്മാവ് നിയന്ത്രിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരണം. Such that it is not the emotions but the Spirit of God that dominates our lives. അങ്ങനെ വരുമ്പോൾ നാം വികാരങ്ങൾക്കും ജഡത്തിനും അനുസരിച്ചല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ആ ജീവിതമായി തീരും. So in conclusion, all these classes, ഈ പഠനങ്ങളുടെയൊക്കെ ഒരു അവസാനമായിട്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, that we
need to understand that we have been going through a lifetime where, as a believer, we are having God dwelling in us. ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. And He has the Spirit of God who is communicating with us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. The will of God is revealed to us through the Spirit of God. ദൈവത്തിന്റെ ഹിതം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. Constantly our soul is given that information at every juncture in our lives. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ മനസ്സിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. However emotional we may be due to the senses that Satan has activated, ആ പിശാച് നമ്മെ സ്വാധീനിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ നാം എത്രമാത്രം നമ്മുടെ മനസ്സ് അങ്ങനെ ആണെങ്കിൽ തന്നെയും the domination of the Spirit of God is what God desires a man. എന്നാൽ ആത്മനിയന്ത്രണത്തിലുള്ള വീണ്ടെടുക്കപ്പെട്ട ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. And we would be standing at the day of judgment day one day. ആ ന്യായവിധി ദിവസത്തിൽ ഒരു ദിവസം, and this is what we read in 7:22. We read this last time. മത്തായി 7:22 ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. Have we not prophesied in thy name? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? Have we not cast out devils in your നിന്റെ name? നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ? And in thy name done many wonderful works? നിന്റെ നാമത്തിൽ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തില്ലയോ? There are many in Christendom today ക്രിസ്തീയ സമൂഹത്തിൽ ഇന്നും അനേകര് അങ്ങനെയുണ്ട്, who are going around and doing lot of activities, lot of businesses for God without God. ദൈവത്തിന് വേണ്ടി എന്നുള്ള പേരിൽ, എന്നാൽ ദൈവത്തെ കൂടാതെ വളരെ തിരക്ക് പിടിച്ച് അനേക കാര്യങ്ങൾ ചെയ്യുന്ന അനേകര് ക്രിസ്തീയ സമൂഹത്തിൽ നമുക്ക് കാണുവാൻ, to convince the society that they see കാണുന്ന ആ സമൂഹത്തെ സ്വാധീനിക്കുവാനായിട്ട്, that they are having all the attributes of a child of God. ദൈവമക്കൾ എന്നുള്ള രീതിയിലുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ട് എന്ന് കാണിക്കുവാനായിട്ട് The society may be fooled. കാണുന്ന ആളുകൾ ഒരുപക്ഷെ അവരെ തെറ്റിദ്ധരിച്ചേക്കാം. Not God. എന്നാൽ ദൈവത്തെ തെറ്റിദ്ധരിക്കാൻ സാധിക്കില്ല. Inside. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് കാണുന്നത്. He knows whether you are genuinely born again. നാം വാസ്തവമായി വീണ്ടും ജനിക്കപ്പെട്ടവനാണോ എന്ന് ദൈവം അറിയുന്നു. He knows that he has a space in your heart or not. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. He knows that whether you are obeying the Holy Spirit or you are not. നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാം. We are always under the examining eyes of our God. സകലത്തെയും കാണുന്ന ദൈവത്തിന്റെ കണ്ണിന് മുമ്പാകെയാണ് നാം ആയിരിക്കുന്നത്. And we cannot escape those eyesight. ദൈവത്തിന്റെ ദൃഷ്ടിക്ക് നമുക്ക് മറഞ്ഞിരിക്കുവാൻ സാധിക്കുകയില്ല. There is nothing that is hidden for him. അവനെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒന്നും തന്നെയില്ല. David in that psalm says, go and seek into the depths of my heart and see what evil I have in me. ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുള്ള ദുഷ്ടത എന്താണെന്ന് ദൈവമേ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. Are we able to say that to God? നമുക്ക് അങ്ങനെ ദൈവത്തോട് പറയാനായിട്ട് സാധിക്കുമോ? That we give him the freedom to examine the depths of our hearts? നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളെ പരിശോധിക്കുവാനായിട്ട് ദൈവത്തോട് നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കുമോ? If it is necessary that we are reminded of the fact in Matthew chapter 7 verse 23 that, and then will I profess unto them, I never knew you, depart from me, ye that worketh iniquity. 7:23 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന കർത്താവ് ആ നാളിൽ അവരോട് പറയും എന്നാണ് നാം വായിക്കുന്നത്. And that is a dangerous thing. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് അവരോട് പറയും. അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. When we have continued to live in this world, ഈ ലോകത്തിൽ നാം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നിടത്തോളം, having the badge of a believer and being called as children of God, ഒരു വിശ്വാസി എന്നുള്ള ആ പേരുണ്ട്, ദൈവമക്കൾ എന്നുള്ള ആ പേരുണ്ട്. Having convinced society of our activities being that very much because of a religiosity on Sunday mornings. ഞായറാഴ്ചകളിലും മറ്റു ഒക്കെയുള്ള നമ്മുടെ ആ മതപരമായ കാര്യങ്ങളോട് ചേർന്ന് അങ്ങനെ നാം മുൻപോട്ട് പോകുമ്പോൾ, but there might come a day when at judgment day and he says, I don't know you. എന്നാൽ ഒരു ദിവസം ന്യായവിധി ദിവസത്തിലെ കർത്താവ് ഇങ്ങനെ പറയുമോ, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. And he tells you, go away. എന്നെ വിട്ട് പോകുവിൻ. May that not happen to any of us. അത് നമ്മിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. It's always a time when we can come back to him in repentance. നമുക്ക് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള അവസരം എപ്പോഴും ഉണ്ട്. Because he has saved us. അവൻ നമ്മെ രക്ഷിച്ചു. And if we need to come on our knees, നാം
മുട്ടിന്മേൽ കർത്താവിൻ്റെ അടുത്തേക്ക് നാം കടന്നു വരാനായിട്ട് ആവശ്യമുണ്ട്. and we recognize His dwelling in us, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നാം ഉൾക്കൊണ്ടുകൊണ്ട് be sanctified by asking for repentance from His throne of grace, ദൈവത്തിന്റെ കൃപാസനത്തിന്റെ അടുത്തേക്ക് കടന്നു വന്ന് നാം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം ദൈവത്തോട് ക്ഷമയ്ക്കായിട്ട് യാചിക്കുമ്പോൾ such that the sin decreases and the holiness comes ahead. നമ്മുടെ ജീവിതത്തിലുള്ള പാപം കുറഞ്ഞു വരികയും വിശുദ്ധി വർദ്ധിച്ചു വരുവാനും ഇടയായിത്തീരുന്നു. May God bless these words unto us. ഈ വചനങ്ങളെ ദൈവം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കുമാറാകട്ടെ.